കാണാത്ത ലോകം കാണിക്കുകയും കേൾക്കാത്ത ശബ്ദം കേൾപ്പിക്കുകയും ചെയ്യുന്ന മാന്ത്രികരാണ് പല പുസ്തകങ്ങളും. എസ്.എൻ.എം ട്രെയിനിംഗ് കോളേജ് ലിറ്റററി ക്ലബ് റീഡേഴ്സ് ഫോറവുമായി ചേർന്ന് നടത്തുന്ന വ്യാഴാഴ്ച വായനാഴ്ച എന്ന പുസ്തക നിരൂപണ പരിപാടിയുടെ പുതിയ ഏടിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ ഈ പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതിനായി 2ാം വർഷ ബി.എഡ് ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി അർച്ചനയെ ക്ഷണിക്കുന്നു. ഏവർക്കും എൻ്റെ നമസ്കാരം. നമ്മളിലെ വായനാശീലം വിവിധ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്നതിനുമായി എസ്.എൻ.എം ട്രെയിനിംഗ് കോളേജ് മൂത്തകുന്നം ലിറ്റററി ക്ലബ് ആൻഡ് ലൈബ്രറി റീഡേഴ്സ് ഫോറം ചേർന്ന് സംഘടിപ്പിക്കുന്ന വ്യാഴാഴ്ച വായനാഴ്ച പ്രതിവാര പുസ്തക നിരൂപണത്തിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ദൗത്യം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ്. ആദ്യം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത പി.എസ്. മാമിനെ ഞാൻ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ ടീച്ചേഴ്സ് കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ഡോക്ടർ കൃഷ്ണകുമാർ മാഷിനെയും ഡോക്ടർ ഹീര മാമിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്ന് ഈ പരിപാടിയിൽ പുസ്തക നിരൂപണം നടത്തുവാൻ എത്തിച്ചേർന്നിട്ടുള്ള അജീഷ് കുമാർ സാറിനെ ഞാൻ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ തൻ്റെ എഴുത്തനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ള പ്രശസ്ത എഴുത്തുകാരൻ വിനോയ് തോമസ് സാറിനെയും ഏറെ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി അർച്ചന. ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒ.വി. വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം വായിക്കേണ്ടി വന്ന പ്രോത്താസീസിന്റെ ജീവിതത്തിലൂടെ നമുക്ക് ചുറ്റുമുള്ള നാട്യങ്ങളെ ആക്ഷേപഹാസ്യത്തിലൂടെ തുറന്നാവിഷ്കരിക്കുന്ന നോവലയാണ് പ്രോത്താസീസിന്റെ ഇതിഹാസം. മനോഹരമായ ഈ നോവല നിരൂപണത്തിനായി ലെക്ചറർ ഡയറ്റ് ഇടുക്കി എസ്.എൻ.എം പൂർവ്വ വിദ്യാർത്ഥിയുമായ അജീഷ് കുമാർ സാറിനെ വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് കൃഷ്ണകുമാർ മാഷ്, ഹീര ടീച്ചർ, പ്രിയപ്പെട്ട അധ്യാപകർക്കും പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒക്കെ നമസ്കാരം. വിനോയ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇനി ചിലപ്പോൾ കയറാൻ പറ്റിയാൽ കയറും. അത് മാഷ് ശ്രദ്ധിക്കുമല്ലോ. വിനോയ് വരുവാണെങ്കിൽ അവൻ സംസാരിക്കട്ടെ. ഈ ഒരു ശരിക്കും ഇത് വിനോയ് ഇത് കഥയാണെന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇച്ചിരി വലിയ കഥ എന്ന് അതിൻ്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും സംസാരിച്ചപ്പോഴും നോവല്ല എന്നല്ല, കഥ തന്നെയാണ് എന്നത്. കുറച്ച് ദീർഘമായ ഒരു കഥ. ഇപ്പം നമുക്ക് അറിയാം, ആദ്യം വിനോയുടെ വന്നത് കരിക്കോട്ടക്കരി എന്ന് പറയുന്ന നോവലാണ്. അത് വലിയ വായനാസുഖം ആളുകൾക്ക് നൽകുകയും അതുകൊണ്ട് തന്നെ അത് ദേശീയ നോവൽ കാർണിവലിൽ വന്ന പുസ്തകമാണ്. അത് ഒത്തിരി ശ്രദ്ധിക്കപ്പെട്ടു. അത് ഇപ്പോൾ വിനോയുടെ കൂടെ നമ്മളുള്ളപ്പോൾ അറിയാം, അതൊരു കഥ, യഥാർത്ഥ നല്ല കഥ പറച്ചിലിൻ്റെ ആളാണ്. വിനോയ് എവിടെ വന്നാലും ആളുകൾ ചുറ്റും കൂടുകയും വിനോയ് പറയുന്ന കഥകൾ ഇങ്ങനെ കേട്ടിരിക്കുകയും ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കൂടുതൽ സമയം വിനോയ് ആയിരിക്കും സംസാരിക്കുന്നത്. പക്ഷെ ഒരിക്കലും വിനോയ് സംസാരിച്ച് തീരാതിരിക്കട്ടെ എന്ന് നമ്മൾ ഇത് ചെയ്യും. ഇപ്പം നമ്മളോടെല്ലാം ഇങ്ങനെ സംവദിച്ചുകൊണ്ടാണ് പോവുക. അതുപോലെ തന്നെ എപ്പോഴും വിനോയുടെ കൂടെ, വിനോയുടെ വീടിൻ്റെ പരിസരത്തൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ വിനോയ് പറയും, അജീഷ് സാറേ അത് ആ പോണവനെ കണ്ടോ, അതാണ് നമ്മുടെ കഥാപാത്രം, നമ്മുടെ ഇതിലെ കഥാപാത്രം എന്നൊക്കെ ഇങ്ങനെ കാണിച്ചു തരാറും ഒക്കെയുള്ള നിരന്തരമായി. ഇപ്പൊ ഈ അടുത്ത കാലത്ത് വിനോയുടെ ആത്മകഥാപരമായ രചനകൾ അതിപ്പോ പ്രസിദ്ധീകരിക്കാൻ പോകുന്നുണ്ട്. ആത്മകഥാപരമായ രചനകളൊക്കെ ഇറങ്ങുവാണ്. അച്ഛനെ കുറിച്ച് പറഞ്ഞതും അമ്മയെ കുറിച്ച് പറഞ്ഞതും ഒക്കെ അതായത് ഒത്തിരി സോഷ്യൽ മീഡിയയിലൊക്കെ വന്നതാണ്. വിനോയ് എന്നത് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ഒരാളായിട്ടാണ് എല്ലാവർക്കും ഫീൽ ചെയ്യുക. അതൊരു സംശയമില്ല ആ കാര്യത്തിൽ. എന്നാൽ പലപ്പോഴും വേദികളിലൊക്കെ വിനോയ് സംസാരിക്കുമ്പോൾ ഇത്രയും നന്നായി സംസാരിക്കുന്ന ഒരാൾ, നമ്മുടെ ലോക ചരിത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ അവലോകനം ചെയ്യുകയും ഒക്കെ. ഇപ്പൊ ഈ പുസ്തകത്തിലാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
ഇതിനകത്ത് ഹരാരിയുടെ ഒരു വാക്യത്തിലാണ് ഈ കുടുംബത്തെക്കുറിച്ചുള്ള, അത് പിന്നീട് നോവലിലും അത് എടുത്തു ചേർത്തിട്ടുണ്ട്. അപ്പം അത്രയും സൈദ്ധാന്തികമായ കാര്യങ്ങളെ കാണുന്ന ആൾ കൂടിയാണ് ബിനോയ്. സൈദ്ധാന്തികമായ ബലമില്ലാതെ ഒരു സാഹിത്യകാരനും ഇത്രയൊന്നും എഴുതാനും അത് ആഘോഷിക്കപ്പെടാനും നിലനിൽക്കുകയൊന്നും ചെയ്യില്ല എന്ന് നമുക്കറിയാം. അപ്പം എന്തു തന്നെയാണെങ്കിലും ഈ ഒരു ചെറിയ അല്ലെങ്കിൽ ഈ ഒരു കഥയും ഈ ഒരു കഥ നമ്മൾ മനസ്സിലാക്കുമ്പം ഇത് സാഹിത്യത്തെക്കുറിച്ചുള്ള ചിന്ത കൂടിയാണ്. അത് സാഹിത്യത്തിന്റെ ലക്ഷ്യം, പ്രയോജനം എന്നൊക്കെ നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പം ഈസ്റ്റേൺ തിയററ്റിക്കലായിട്ട് നമ്മൾ പറയുന്ന ആ ഒരു പ്രയോജനവാദമൊക്കെ നമുക്കറിയാം, ആ രീതിയിലൊക്കെ ചിന്തിക്കാവുന്ന കഥ കൂടിയാണ് ഇതിനകത്ത്. അപ്പൊ നമുക്ക് ഒരു ഇന്റർ ടെക്സ്റ്റുവാലിറ്റി എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഇതിനകത്ത് 2 നോവല് വളരെ കൃത്യമായിട്ട്, അതായത് ഒരു മത്സരത്തോടു കൂടി താരതമ്യ അധിഷ്ഠിതമായിട്ട് 2 നോവലിലൂടെ നിൽക്കുവാണ്. മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നോവലുകളാണ് ഇപ്പം ഖസാക്കിന്റെ ഇതിഹാസവും അതുപോലെ ബഷീറിന്റെ നോവലും. അപ്പൊ ആ 2 എഴുത്തുകാരെയും മലയാളി ഏറെ വായിക്കുകയും മലയാളി ഏറ്റവും കൂടുതൽ എഴുതുകയൊക്കെ ചെയ്ത 2 എഴുത്തുകാരെ കൂടി ഇവിടെ താരതമ്യം ചെയ്യുക എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം. അപ്പൊ ഈ കഥ ഒരു കഥയെക്കുറിച്ചുള്ള ഒരു കഥ കൂടിയാണ്, അല്ലെങ്കിൽ സാഹിത്യത്തെക്കുറിച്ചുള്ള ഒരു കഥ കൂടിയാണ് ആ അർത്ഥത്തിലും. അപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥ, അതുപോലെ തന്നെ ഇതൊരു രാഷ്ട്രീയ കഥ കൂടിയാണ്. രാഷ്ട്രീയ രീതിയിൽ ഇവിടെ കുട്ടി സൂചിപ്പിച്ചു, ആക്ഷേപഹാസ്യത്തിലൂടെ പറയുന്നു എന്നുള്ള രീതിയിൽ ഒരു രാഷ്ട്രീയ വായനയ്ക്കും കൂടി ഉള്ളത്. അപ്പം ഇതിന്റെ ഒരു കാലം എന്ന് പറഞ്ഞാല് ഈ ഒരു പക്ഷെ ഒരു 5-8 വർഷങ്ങൾ, അതായത് കേരള കോൺഗ്രസ് LDF-ൽ ചേർന്ന ഒരു കാലം, ആ ഒരു കാലത്തോടു കൂടിയാണ് ഇതിന്റെ കഥ തുടങ്ങുന്നത്. അപ്പൊ അതിനിപ്പോ 3-4-5 വർഷമേ ആയിട്ടുള്ളൂ അല്ലെ. അപ്പൊ ഒരു കേരള കോൺഗ്രസ്സുകാരനാണ് കഥ. അപ്പൊ അതുപോലെ തന്നെ ഈ വായിക്കുക, എഴുതുക എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രതിപക്ഷ നേതാവായാലും അല്ലെങ്കിൽ ഇപ്പം ഇലക്ഷന് മത്സരിച്ച സ്വരാജ് ആണെങ്കിലും, സ്വരാജിനിപ്പം പുസ്തകത്തിന് അവാർഡ് കിട്ടിയിട്ടിരിക്കും. അവർ രാഷ്ട്രീയത്തിന് അതീതമായി വായിക്കുന്നവരാണ് എന്നൊക്കെ ഉള്ളൊരു ബോധ്യം എന്നുള്ളത്. അപ്പം ഒരു ഇടതുപക്ഷക്കാരനാണെങ്കിൽ അവൻ നന്നായി വായിക്കുന്നവനാണെന്നുള്ള ഒരു ബോധം, അവിടെ നിന്നാണ് കഥ തുടങ്ങുന്നത് തന്നെ. അപ്പം കേരള കോൺഗ്രസ് പാർട്ടിയിലുള്ള പ്രോത്താസിസ് എന്ന് പറയുന്ന അദ്ദേഹം ഈ എലക്ഷൻ കഴിഞ്ഞ് ഇത് മാറി വന്നപ്പോൾ LDF-ല് കേരള കോൺഗ്രസിൽ ലയിച്ചപ്പോഴുണ്ടായ ഒന്ന്, ഇനിയിപ്പോ പഴയ ഒന്നും പോയാൽ പോരാ, ഒരു വായനക്കാരനായിരിക്കണം എന്ന ഒരു ചിന്ത വരുന്നുണ്ട്. അങ്ങനെയാണ് ഇതിനകത്ത് ഈ കഥ തുടങ്ങുന്നത്. അതിനുശേഷം അയാളൊന്ന് അവിടെ ഈ പഞ്ചായത്തിന്റെ കമ്മിറ്റിയിലൊന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് അദ്ദേഹത്തെ ഒരു ചർച്ചയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പൊ അത് രസം എന്നാന്ന് വെച്ചാല്, ഇതിനകത്തത് സഖാവ് പോക്കറുടെ വായനശാല എന്നാണ്. പക്ഷെ ഈ കഥയുടെ രസം എന്നാന്ന് വെച്ചാല്, വിനോയ് തോമസിനെ അടുത്തറിയുന്നവർക്കറിയാം അത് ഷുക്കൂർ പടയങ്ങോടിന്റെ പുസ്തക ചർച്ചയാണ്, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് അങ്ങനെ പറയാം. പലപ്പോഴും വിനോയുടെ ഈ പുസ്തകം വിൽക്കുന്നതും വിനോയുടെ കൂടെയൊക്കെ ഉള്ള ഒരാൾ എന്നുള്ള രീതിയിൽ ഷുക്കൂർ പടയങ്ങോടിനെയാണ് അവിടെ ലക്ഷ്യം വെക്കുന്നത് എന്നറിയാം. അതുപോലെ തന്നെ ഇതിനകത്തെ ഈ അമ്മയുണ്ടല്ലോ, ഇതിനകത്തെ റോസച്ചേർത്തി, അത് യഥാർത്ഥത്തിൽ വിനോയുടെ അമ്മയുടെ ഒരു പതിപ്പ് തന്നെയാണ് എന്ന് നമുക്ക് കാണാം. അത് നമ്മൾ വ്യക്തമാക്കുന്നത് ടൂർ പോകാൻ വേണ്ടി അധ്വാനിക്കുന്നു എന്ന് പറയുന്ന ഭാഗത്താണ്. വിനോയുടെ അമ്മയെ കുറിച്ച് ഈ അടുത്ത കാലത്ത് എഴുത്ത് വന്നത് നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ എന്തായാലും ഇത് ആ അർത്ഥത്തിൽ ഇതൊരു ആത്മകഥാപരമായ ഒരു കഥ കൂടിയാണ്. സൂക്ഷ്മമായി വായിക്കുമ്പോൾ വിനോയുടെ എല്ലാ കഥയിലും ആത്മകഥാപരമായ ഭാഗങ്ങളുണ്ട്, അത് നമുക്കത് മനസ്സിലാവും. അപ്പൊ ഇവിടെ ഇയാൾ അവിടെ പോയി സംസാരിക്കുമ്പോഴാണ് അവിടെ യഥാർത്ഥത്തില് ഒരു പ്രശ്നം ഉയർന്നു വരുന്നത്. ഖസാക്കിന്റെ വായന നടക്കുകയാണ്. അപ്പൊ ഖസാക്കിലെ അസ്തിത്വവാദം എന്നുള്ള വാക്ക് ഇയാൾക്ക് മനസ്സിലാവുന്നില്ല. അസ്ഥി രോഗം എന്നാണ് അയാൾ അതിനെ വായിച്ചെടുക്കുന്നത്. അവിടെ നമ്മളൊക്കെ ഒരു സദസ്സിലാണ്, നമുക്ക് മനസ്സിലായില്ലേ നമ്മൾ മിണ്ടാതിരിക്കുമല്ലേ. പക്ഷെ അയാൾ ഒരു കേരള കോൺഗ്രസ് ആയതുകൊണ്ടായിരിക്കും അയാൾ എഴുന്നേറ്റ് നിന്ന് അതിനെക്കുറിച്ച് അയാൾ സംശയം ചോദിച്ചതല്ല, അയാളൊന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെയുള്ള ബുദ്ധിജീവിയായ വൈ കൃഷ്ണേന്ദു, ആ പേരൊക്കെ വളരെ രസമാണ്, ഇങ്ങനെ അതിനെക്കുറിച്ച് അയാൾ ഇയാളോട് ഇറങ്ങിപ്പോകാനായിട്ട് ആവശ്യപ്പെടുന്നു. അപ്പൊ ഒരു സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരുന്ന ഒരവസ്ഥ അല്ലേ.
അപ്പൊ അങ്ങനെ അയാൾ അവിടെ തടകുടഞ്ഞ് എഴുന്നേക്കുകയാണ്. വീട്ടിൽ വരുമ്പം അയാളുടെ മകളാണ്. ആ ആ മകളിലും വിനോയ് തോമസിന്റെ മകളുണ്ട് കേട്ടോ. അപ്പൊ അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് വിനോയ് തോമസിന്റെ പുസ്തകത്തിനൊക്കെ അതിന് ഇതൊക്കെ കുറിപ്പൊക്കെ എഴുതുന്നത് മകളാണ്. അപ്പൊ എന്ന് പറഞ്ഞാല് ആ മകളെ നമുക്ക് അവിടെ കാണാം. അവരാണ് പറയുന്നത്, നീ അച്ഛൻ ആ പുസ്തകം എടുത്ത് വായിക്കൂ. അങ്ങനെ വായിക്കുന്നു. വായിച്ചപ്പോൾ ചിലതൊന്നും മനസ്സിലാവുന്നില്ല, അല്ലെ, പുസ്തകത്തിന് വേണ്ടി അയാൾ ട്യൂഷന് പോകും, അല്ലെങ്കിൽ വേറൊരാളെ സമീപിക്കുന്നു, കുറേയൊക്കെ മനസ്സിലാവുന്നു. ഈ ഖസാക്കിന്റെ പുസ്തകങ്ങൾ എടുത്ത് വായിക്കുന്നത്, ഖസാക്കിന്റെ പഠനങ്ങൾ, ഇതിഹാസം അങ്ങനെയൊക്കെയുള്ള ആത്മായനങ്ങളുടെ ഖസാക്ക്, അതൊക്കെ ഇവിടെ സൂചിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്റർ ടെക്സ്റ്റൽ ആയിട്ടുള്ള ചില സാധ്യതകൾ ഇവിടെ വിനോയ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അത് ഈ മുതലിന് ശേഷം വരുന്നത് കൊണ്ടാണ്. മുതൽ മൊത്തം അല്ലെങ്കിൽ ഈ കൽപ്പിത ചരിത്രം വരുന്ന നോവലുകളിലെല്ലാം ഇത്തരത്തിലുള്ള ഉപയോഗങ്ങൾ കൂടുതലാണ്. അപ്പൊ എന്തായാലും അവിടെ നിന്നാണ് അയാൾക്ക് മാറ്റം ഉണ്ടാകുന്നത്, ഖസാക്ക് വായിച്ചു കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ എന്നുള്ളത്. അതിനുശേഷം അയാൾ സാന്ദർഭികമായി വീണ്ടും ഈ സാഹിത്യ അക്കാദമിയിൽ ഒന്ന് കയറുന്നു. സാഹിത്യ അക്കാദമിയിൽ ഒന്ന് ചെല്ലുമ്പോൾ കിലയുടെ ഒരു ഇതിലാണ്, ആ രചനാ സന്ദർഭം വളരെ ഇതാണ്. ഈ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ ഈ ലോക്കൽ ബോഡിയിൽ മത്സരിക്കുന്ന ആളുകൾക്ക് കിലയിൽ ട്രെയിനിങ് ഉണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെ പോയപ്പോഴാണ് ഇയാൾ സാഹിത്യ അക്കാദമിയിൽ വെച്ച് വീണ്ടും വൈ കൃഷ്ണേന്ദുവിനെ കാണുന്നു, ഒരു കൂട്ടം ആളുകളെ കാണുന്നു. അവിടെ വെച്ചൊക്കെ വീണ്ടും ചർച്ചകളിൽ പങ്കെടുക്കുന്നു. അപ്പം ഈ കുടുംബ സങ്കല്പകത്തെ കുറിച്ചൊക്കെ ഉള്ള ഒന്ന്, അവിടെയാണ് ഈ ഇതിന്റെ കഥയുടെ ഒരു കാമ്പിലേക്ക് നമ്മൾ കയറുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ഒരു ഫെമിനിസ്റ്റ് അപ്രോച്ച് അല്ലെ, അവിടെ പുരുഷൻ പ്രതിയും സ്ത്രീ എന്നുള്ളത് ഇരയുമാണ്. അങ്ങനെ വരുമ്പോൾ അത് ഉള്ളിലോട്ട് കയറിയ ഈ പ്രോസി തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഇതിനെക്കുറിച്ച് ഗഹനമായി ആലോചിക്കുന്നു. കുറെ ദിവസങ്ങൾ, ഒരു മാസം 1.5 മാസത്തോളം ആലോചിക്കുന്നു. അയാള് വീട്, കുടുംബം എന്ന സങ്കല്പം തിരുത്താനായിട്ട് തയ്യാറാവുന്നു. ഇവിടെ നമുക്കൊരു യൂറോപ്യൻ കൾച്ചറൊക്കെ കടന്നു വരുന്നത് നമുക്ക് കാണാം, ആ രീതിയിലല്ല. അപ്പൊ എന്തായാലും അവിടെ വെച്ച് ഇയാള് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു നിയമസംഹിത എഴുതി ഉണ്ടാക്കി കുടുംബത്തെ പിരിച്ചുവിടുകയാണ് എന്നുള്ളത്. അപ്പോഴാണ് ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ സ്വാധീനത്തെ കുറിച്ച് പറഞ്ഞത്. ഖസാക്കിന്റെ ഇതിഹാസത്തിലാണ് ഈ എല്ലാത്തരം കുടുംബ സങ്കല്പങ്ങളെയും തകർത്ത നോവലാണ്. നമ്മൾ ആഘോഷിക്കുമ്പോൾ കൂടിയും ഒരു അസ്തിത്വവാദം ഇറക്കുമതി ചെയ്ത് ആ രീതിയിൽ വരുന്ന ഒന്ന്. അവിടെ ബിനോയ്ക്ക് കൃത്യമായ സൈദ്ധാന്തിക വശം വിനോയ് ഇതിലൂടെ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഈ ആക്ഷേപഹാസ്യത്തിലൂടെയും തമാശയിലൂടെയൊക്കെയാണ് പോകുന്നതെങ്കിൽ അവിടെ വെച്ച് വളരെ ഗൗരവമായ ചർച്ചയിലേക്ക് നോവൽ കടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം അയാൾ ആ നിയമസംഹിത പാലിച്ചു പോകുമ്പോൾ അമ്മ അയാളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക. കാരണം ഇയാളുടെ ഈ ഭ്രാന്തൊന്നും കണ്ട് സഹിക്കാനായിട്ട് അമ്മയ്ക്ക് കഴിയുന്നില്ല. അപ്പോൾ അയാൾ നമ്മളിടമെന്ന ഒരു വീട്, ബുദ്ധിജീവികളുടെ ഒരു വീട് ഉണ്ടാക്കുന്നു. അവിടെ ഇതൾ ഇല മുളച്ച എന്നുള്ള ഒരു സ്ത്രീ അടക്കമാണ് അവരവിടെ കഴിയുന്നു. അപ്പം അവരുടെ കൂടെ കഴിഞ്ഞപ്പോഴാണ് ഈ വൈ കൃഷ്ണേന്ദുവോ ഖസാക്കിനെ കുറിച്ച് ഘോരഘോരം ക്ലാസ് സംസാരിച്ച, അല്ലെങ്കിൽ ഫ്രീതങ്കർ ഹൃദയനോ, ഇതൊക്കെയാണ് അതിനകത്തെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഇവരാരും സാഹിത്യത്തോട് യാതൊരു അടുപ്പവുമില്ല എന്ന കാര്യം ഈ പ്രോസിക്ക് മനസ്സിലാവുന്നത്. ഇയാൾ ഞെട്ടലോടുകൂടിയാണ്. അപ്പൊ എന്നാൽ ഇയാളുടെ ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് അവര് പലവിധ സുഖഭോഗങ്ങളിൽ അലയുകയും ചെയ്യാണ്. അവിടെ ഈ ബുദ്ധന്റെ പ്രതിമ കൊണ്ടുവയ്ക്കുന്നതും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഒരു ബുദ്ധിജീവി നാട്യങ്ങളെയെല്ലാം വിനോയ് തോമസ് എടുത്തു കാണിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് വിനോയ് വീണ്ടും ഈ ബുദ്ധിജീവികളെ ആക്രമിച്ചുകൊണ്ട് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇടുകയും വീഡിയോ ഒക്കെ ചെയ്തതും നമുക്ക് ഓർക്കാം. അപ്പം എന്തായാലും അവിടെ വെച്ചുകൊണ്ട് അപ്പോഴാണ് ഈ ബുദ്ധിജീവികളുടെ വീട് സന്ദർശിക്കാനായിട്ട് വന്നത്. ഇപ്പൊ നമ്മുടെ ഒരു കുട്ടികളുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുട്ടികളെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ വീട്ടിലെത്തിച്ചേരണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അധ്യാപകരോട് അങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പൊ ഇവരുടെ വീടുകളിൽ എത്തിച്ചേരുവാണ്. അപ്പോഴാണ് മനസ്സിലായത് ഇവരെല്ലാം ഈ അവരുടെ കുടുംബത്തിൽ നിന്ന് പല രീതിയിലുള്ള ഇവരുടെ പ്രശ്നങ്ങൾ കൊണ്ട് മാറിപ്പോന്ന ആളുകളാണ്. അപ്പൊ അവരുടെ അങ്ങനെയാണ് ഇവർ ഈ നമ്മളിടം എന്നുള്ള ഇതിൽ ഒരുമിച്ച് കൂടി ജീവിക്കുന്നത്. എന്തായാലും ഇയാളത് പിരിച്ചുവിടാൻ തീരുമാനിക്കുന്നു. ഇയാൾ യഥാർത്ഥത്തിലുള്ള ഒരു സ്വത്വത്തിലേക്ക് ഇയാൾ തിരിച്ചു വരികയാണ്. കുടുംബമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അപ്പൊ ഖസാക്കിന്റെ ഇതിഹാസം വായിച്ച് അതിന്റെ ചർച്ചയിലൂടെ മുന്നോട്ട് പോയി കുടുംബം ഉപേക്ഷിച്ച പ്രോസി വീണ്ടും അപ്പോഴാണ് യാദർശികമായി ഈ തുടങ്ങിയെടുത്ത് തന്നെ കഥ വരികയാണ്. ഇയാളൊരു ചർച്ച, ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ ചർച്ച ഗ്രാമത്തിൽ തുടങ്ങി
പിന്നീട് ട്രെയിനിങ്ങിന് വേണ്ടി കിലയിൽ പോയപ്പോഴാണ്, സാഹിത്യ അക്കാദമി പോയപ്പോഴാണ് അടുത്ത സംഭവം ഉണ്ടാവുന്നത്. അയാള് എറണാകുളത്താണ് അയാളുടെ ഈ നമ്മളിടം എന്ന ബുദ്ധിജീവി സങ്കേതം അവര് ഉണ്ടാക്കുന്നത്. അവിടുന്ന് തിരിച്ച് ഇയാളുടെ നാട്ടിലേക്ക് ഇയാൾ ക്ഷണിക്കപ്പെട്ടു വരിക അവിടുത്തെ ഒരു പുസ്തക അവതരണത്തിനായിട്ട്. അപ്പോൾ ഇയാള് അവതരിപ്പിക്കുന്നത് ബഷീറിന്റെ പാത്തുമ്മയുടെ ആടാണ്. അപ്പൊ അവിടെ എത്തുമ്പോൾ ഇയാള് അവതരിപ്പിക്കുമ്പോൾ ഇയാൾ കുടുംബത്തെ കുറിച്ചുള്ള അയാളുടെ പുതിയ സങ്കല്പം എന്ന് വെച്ചാൽ നമ്മുടെ കേരളീയമായ സങ്കല്പം കുടുംബം എന്ന് പറഞ്ഞ്, അപ്പം അയാളുടെ മകൾ അയാളോട് ചോദ്യം ചോദിക്കുന്നു. അപ്പൊ ഇതുവരെ കുഴപ്പം ഇയാൾ ഉണ്ടാക്കിയ കുഴപ്പത്തിനൊക്കെ ആര് മറുപടി പറയും എന്ന രീതിയിൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അപ്പൊ അമ്മ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നു. അപ്പൊ അയാളുടെ വീട്ടിൽ നടക്കുന്ന പലതരം ചർച്ചകൾ, വളരെ ജനാധിപത്യപരമായ നടന്ന ചർച്ചകൾ. അതിനകത്ത് ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഇയാളുടെ വീട്ടിലോട്ട് മധ്യസ്ഥത്തിനൊക്കെ, ഇയാൾ രാഷ്ട്രീയക്കാരനാണല്ലോ, വന്നപ്പോൾ ആദ്യമേ കുടുംബ സങ്കല്പത്തെ കുറിച്ചൊക്കെ വളരെ കാര്യമായി പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഇയാള് പിന്നീട് ഒരു ചർച്ചയിൽ വന്നപ്പം ഇയാള് ഫെമിനിസ്റ്റിക് അപ്രോച്ചില് കുടുംബം പിരിച്ചുവിടാനായിട്ടൊക്കെ ശ്രമിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ വീണ്ടും ഇയാള് പഴയ രീതിയിലോട്ടുള്ള കുടുംബ സങ്കല്പത്തിലേക്ക് വരുന്നു. അതാണ് അവസാനം ഇതിനകത്ത് എത്തിച്ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഇയാള് കേരളീയമായ കുടുംബ സങ്കല്പത്തിലേക്ക് വീണ്ടും എത്തുന്നു. പാത്തുമ്മയുടെ ബഷീറിന്റെ അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇന്നിപ്പോ ഒരു ചർച്ചയിലുണ്ടായ ഒരു കാര്യം, ബഷീറിന്റെ കഥാപാത്രങ്ങളെല്ലാം വിധിയെ അനുസരിക്കുന്നവരാണ്, അല്ലെങ്കിൽ വിധിയുടെ വിധിത്യം കൊണ്ട് പല പ്രശ്നത്തിലായി പോയതാണ് എന്ന് ഒരു റിസോഴ്സ് പേഴ്സൺ പറയുകയുണ്ടായി. എനിക്ക് തോന്നുന്നൊരു കാര്യം അങ്ങനെയല്ല. ബഷീർ ഇപ്പൊ ഈ പുസ്തകം അദ്ദേഹം വായിച്ചിരുന്നെങ്കിൽ ബഷീർ എന്ന് പറഞ്ഞ ആൾ യഥാർത്ഥത്തിൽ കേരളീയമായ കുടുംബ സങ്കല്പത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഈ പാത്തുമ്മയുടെ അടുത്ത് തന്നെ അദ്ദേഹം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, വീടുകളിൽ നന്നായി ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത സ്ത്രീകൾക്ക് ഒരു നേരം നല്ല ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നാണ് ബഷീർ അതിനകത്ത് ആഗ്രഹിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിലുള്ള ഒരു ഫെമിനിസ്റ്റിക് അപ്രോച്ചും യഥാർത്ഥത്തിലുള്ള ഒരു കുടുംബ സങ്കല്പവും നമുക്ക് യോജിക്കാൻ കഴിയുന്ന ഒരു ഭാരതീയമായ കുടുംബ സങ്കല്പമൊക്കെ ഉള്ള ഒരാൾ ബഷീറാണ്. അതാണ് ശരിക്കും പറഞ്ഞാല് ബിനോയ് എത്തിച്ചേരുന്ന ആ ഘടകവും. അപ്പൊ അവിടെ വെച്ച് ഒരു പൊതുവായ ഒരു ചർച്ചയിൽ ഇയാളുടെ മകളും അമ്മയും ഒക്കെ വെച്ചിട്ട് ഇയാൾ തിരിച്ച് ഉള്ള കുടുംബ സങ്കല്പത്തിരുന്നു. ഇയാളെ പ്രതീക്ഷിച്ച് ദൂരെ ആ ഭാര്യ നിൽക്കുന്നിടത്താണ് ഈ കഥ അവസാനിക്കുന്നത്. അപ്പം എന്തായാലും ഒരുപക്ഷെ മലയാളത്തില് ഇത്രയും സാഹിത്യത്തെക്കുറിച്ച് ഉള്ള ഒരു സൈദ്ധാന്തികമായ ചർച്ച ഇത്രമാത്രം വന്ന ഒരു കഥയില്ല. ഞാനിപ്പോ എന്റെ കഥ ചുരുക്കി പറയുകയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ സാഹിത്യത്തിന്റെ ലക്ഷ്യം, ഉദ്ദേശ്യം, പ്രയോജനം ഇതിനെക്കുറിച്ചൊക്കെ കാര്യമായ ചിന്ത നടക്കുന്ന ഒന്നുകൂടിയാണ്. മറ്റൊന്ന് എന്ന് വെച്ചാൽ ഈ കുടുംബ സങ്കല്പത്തെ കുറിച്ചുള്ള അതിനകത്ത് ഒരു തുടക്കത്തിൽ തന്നെ നല്ലൊരു ചർച്ചയുണ്ട്. ഇപ്പൊ ഈ ചാലിപ്പുരയിലെ സിറിയക്ക് എന്ന് പറയുന്ന ആളുടെ അച്ഛനെ നോക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു വരുമ്പോൾ ഈ പ്രോസി തന്നെ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം, ഓരോ മാസവും 4 കുട്ടികളുണ്ട്, ഓരോ കുട്ടികൾ നോക്കട്ടെ. അപ്പൊ അതിനകത്ത് ജെറിൻ എന്ന ആള് അതിനെ എതിർക്കുന്നുണ്ട്, എനിക്കങ്ങനെ പറ്റില്ല എന്ന് പറയുമ്പോൾ അവസാനം അയാൾ ആ തീരുമാനത്തെ ജനാധിപത്യപരമായി 3 പേരും സമ്മതിച്ചപ്പോൾ 4ാമത്തെ ആൾക്ക് അതിനകത്ത് ഇനി അത് സമ്മതിക്കാതെ തരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വീടിന്റെ മുറ്റത്ത് വെച്ച് ഇവര് തീർപ്പുണ്ടാക്കുകയും, എന്നാൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ജെറിന് ഇയാൾ വന്ന് വീണ്ടും തെറി വിളിക്കുന്ന സമയത്ത് അവൻ 2 അടി വെച്ച് കൊടുത്തോണ്ടാണ് പ്രോസി അത് സമ്മതിക്കണം. മനോഹരമായിട്ടാണ് ബിനോയ് തോമസ് ഞാൻ അവനെ അടിച്ചു എന്നൊന്നും പറയുന്നില്ല. അപ്പൊ നേരിട്ട് പറയാതെ തന്നെ പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ നല്ല കുടുംബ സങ്കല്പം അവതരിപ്പിക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ രാഷ്ട്രീയവും വളരെ കൃത്യമായിട്ട്, ഒരു കേരള കോൺഗ്രസ്സുകാരൻ എങ്ങനെയാണ്, ഒരു കോൺഗ്രസ്സുകാരൻ എങ്ങനെയാണ്, ഒരു ഇടതുപക്ഷക്കാരൻ എങ്ങനെയാണ് എന്നുള്ളത്. എന്നിരുന്നാലും ഈ ഇടതുപക്ഷക്കാരന്റെ ബുദ്ധിജീവി നാട്യങ്ങളെ കൂടി കളിയാക്കാനായിട്ട്, പ്രത്യയശാസ്ത്രപരമായി കളിയാക്കാനായിട്ട് ബിനോയ് തോമസ് ഉദ്ദേശിക്കുന്നുണ്ടെന്ന് നമുക്ക് പല സമയത്തും മനസ്സിലാവും. കാരണം ഈ വരുന്ന ഇപ്പൊ ഒരു പരിഷത്തുകാരുടെ ആണെങ്കിലും അല്ലെങ്കിൽ ഏത് ഇതിലായാലും അവരൊന്നും യഥാർത്ഥത്തിൽ ഒരു പുസ്തകവും വായിക്കുന്ന ആളുകളല്ല. യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കമൊന്നും ഇവർക്ക് അറിയില്ല എന്ന രീതിയിൽ. അതൊക്കെ ഒരു സാഹിത്യപരമായ കാര്യമാണ്, അല്ലാണ്ട് ഇതിനപ്പുറത്തേക്ക് അവരെ ആക്രമിക്കാനൊന്നും ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. അപ്പം ഈ ഇത്തരത്തിലുള്ള ബുദ്ധിജീവികളൊന്നും അല്ല യഥാർത്ഥത്തില് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജോലി എടുക്കുന്ന
കുടുംബത്തിന് വേണ്ടി പണിയെടുക്കുന്ന ജോലി എടുക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ എന്ന രീതിയിൽ. അപ്പൊ യഥാർത്ഥത്തിലുള്ള ഒരു ഇടതുപക്ഷ ചിന്ത, ഒരു മാർക്സിസ്റ്റ് വീക്ഷണമൊക്കെ ഈ കഥയിലൂടെ വിനോയ് തോമസ് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ കുടുംബസങ്കല്പം, അതുപോലെ തന്നെ രാഷ്ട്രീയത്തെ കുറിച്ചുള്ള യഥാർത്ഥത്തിലുള്ള ഒരു സങ്കല്പം ഒക്കെ ഇതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാഹിത്യത്തിന്റെ ഒരു സിദ്ധാന്തപരമായ ചർച്ച ഒക്കെ ഇതിനകത്ത് പിന്നെ അതിന്റെ പശ്ചാത്തലമായിട്ടും ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ ഭാഷയിലും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഈ ഖസാക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പം പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ ഈ ഖസാക്ക് പഠനങ്ങളെ കുറിച്ച് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറയും, അതിന്റെ ഭാഷയ്ക്ക് പാറ വെടിവെച്ചാലും ഏൽക്കില്ലെന്നാണ്. പാറ പൊട്ടിക്കുന്ന ആ മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് വെടിവെച്ചാലും ഇതിന്റെ ഭാഷയ്ക്ക് കൊള്ളില്ല എന്ന് വിനോയ് തോമസ് കളിയാക്കുക യഥാർത്ഥത്തില്. അത് വിനോയ് തോമസിന്റെ ഒരു എഴുത്ത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് മനസ്സിലാവാത്ത ഒന്നും അവിടെ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ ഒറ്റ ഇരിപ്പിന് വായിച്ചു പോകുന്ന ഒരു ഭാഷയാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമുക്ക് ഇപ്പൊ നമ്മുടെ അവാർഡ് കിട്ടിയ റാം കെയർ ഓഫ് ആനന്ദി അങ്ങനെയുള്ള ഇതിനകത്തൊക്കെ വരുമ്പോ അറിയാം, യഥാർത്ഥത്തില് ഒരു സാഹിത്യകാരന് യഥാർത്ഥത്തിൽ സംവദിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കടിച്ചാൽ പൊട്ടാത്ത ഭാഷയൊന്നും ആവശ്യമില്ല എന്ന് ഇതിൽ തെളിയിച്ചുകൊണ്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന്, ഇതിനകത്ത് 43-ാമത്തെ പേജിൽ പറയുന്ന രസകരമായ കാര്യങ്ങളുണ്ട്. അതായത് ഒരു 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 ഞാൻ ആ ഭാഗം വായിക്കാം. ഈ കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേനും പ്രോസി മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് സാഹിത്യ. ആധുനിക മനുഷ്യന്റെ അസ്തിത്വാന്വേഷണത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമാണ് ഖസാക്കിന്റെ ഇതിഹാസത്തിലെ രവി. നമ്മളിപ്പോ ഈ റിസർച്ച് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഫൈൻഡിങ്സ് കൊടുക്കില്ലേ എന്ന് പറഞ്ഞാൽ നമ്പർ ഇട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആധുനിക മനുഷ്യനാകാൻ ഏറ്റവും ആവശ്യമായത് രവിയെ പോലെ സ്വതന്ത്രമാവുക എന്നതാണ്. 3, കുടുംബം എന്ന സസ്യത്തിൽ പുരുഷൻ വേട്ടക്കാരനും സ്ത്രീ ഇരയുമാണ്. 4, പുരുഷാധിപത്യ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് മതങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കുടുംബ സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. 5, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മനുഷ്യ പുരോഗതിക്ക് ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് കുടുംബം എന്ന സിസ്റ്റമാണ്. ഇങ്ങനെ നമ്പറിട്ട 5 കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തില് ഇതിനെതിരെയാണ് ഈ കഥ നിൽക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് വായിച്ചത്. അതുപോലെ തന്നെ ഇത്തരത്തിലൊരു ഭാഷ എന്നല്ല, ഇപ്പൊ കുട്ടി പറഞ്ഞത് ആ സ്വാഗത പ്രസംഗം, ഈ ആക്ഷേപഹാസ്യമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട എലമെന്റ് എന്ന് നമുക്ക് കാണാം. അതുപോലെ ഇതിനകത്ത് ഈ പേരുകളും എല്ലാം ഇപ്പൊ ഫ്രീ തിങ്കർ ഹൃദയം. അപ്പൊ ഫ്രീ തിങ്കർ എന്നുള്ള ഇപ്പം ഈ നമ്മുടെ യുക്തിവാദികളെ ഒക്കെ എടുത്തു വെച്ച് അതിന്റെ എന്താണ് ഒരു പ്രതീകമായിട്ടാണ് ഹൃദയൻ എന്ന പേരിലുള്ള ആള്. അതുപോലെ ഫെമിനിസ്റ്റ് അപ്രോച്ച്, ഇലമുളച്ചി എന്ന പേര്, ആ ഇലമുളച്ചി എന്നുള്ള പേരൊക്കെ വളരെ ശ്രദ്ധേയമായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ നമ്മുടെ സുനിൽ സാറിന്റെയാണ് അല്ലെ, നിങ്ങളെ കാണുന്ന ഞാൻ എന്ന് വെച്ചാൽ ഞാനല്ല നിങ്ങളും കൂടിയുള്ള, അങ്ങനെ ആ ഒരു വാചകം അദ്ദേഹം വളരെ മനോഹരമായിട്ട് സുനിൽ സാർ പറഞ്ഞൊരു വാചകമാണ്. അത് ഇതിനകത്ത് എടുത്ത് കൊടുത്തുകൊണ്ടാണ് ബുദ്ധിജീവികളെ യഥാർത്ഥത്തിൽ വിനോയ് തോമസ് കളിയാക്കുന്നത്. അത് വളരെ രസകരമാണ് കേട്ടോ അത് വായിക്കാൻ. അപ്പൊ എന്തായാലും ഈ ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടറിനെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് എന്നുള്ളത്, വൈ കൃഷ്ണേന്ദുവിനെ പോലെയുള്ള ഒരു ക്യാരക്ടറിനെ, അതുപോലെ ഹൃദയൻ എന്ന ക്യാരക്ടർ, അതുപോലെ ഇലമുളച്ചി എന്നുള്ള ക്യാരക്ടറൊക്കെ ഇതെല്ലാം കൂടി നമ്മൾ ആലോചിച്ചെടുക്കുമ്പോൾ ഇത് ഒരു നോവല് പോലെ നിൽക്കുന്ന ഒരു കഥയാണ്. അതുപോലെ ആശയപരമായിട്ടും ഇത് വളരെ ഉയരത്തിൽ നിൽക്കുന്ന ഒരു കഥ കൂടിയാണ്. നമുക്ക് ഒറ്റയിരിപ്പിന് വായിക്കാൻ പറ്റും എന്നുള്ളത്. ഇതിനകത്ത് 11 തൊട്ട് 85 വരെ ഏകദേശം ഒരു 70 പേജൊക്കെ വരുന്ന ഒരു കഥയാണ്. നീണ്ടൊരു കഥയാണെന്ന് നമുക്ക് പറയാം. പക്ഷെ ഇതിന്റെ ഒരു ഭാവുകത്വപരമായി നോക്കുമ്പോൾ ഇതൊരു ചെറിയ കഥയാണ്. ഇപ്പൊ വിനോയ് തോമസിന്റെ രാമച്ചി എന്ന കഥയാണെങ്കിലും, അല്ലെങ്കിൽ മൂർക്കമ്പറമ്പ്, അങ്ങനത്തെ കഥകളൊക്കെ വായിക്കുന്നതിനേക്കാൾ വളരെ സ്പീഡിൽ നമ്മൾ ഈ കഥ വായിച്ചു പോകും എന്നുള്ളതാണ് ഇതിന്റെ ഒരു സവിശേഷത. ഇനി നമുക്ക് ചർച്ചയിലൂടെ ഇടപെട്ടുകൊണ്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാമെന്ന് തോന്നുന്നു. ഞാൻ 25 മിനിറ്റോളം സംസാരിച്ചിട്ടുണ്ട്. പ്രതികൂലമായൊരു കാലാവസ്ഥയൊക്കെയാണ്. നമുക്ക് ചർച്ചയിൽ ഇടപെട്ട് കൂടുതൽ സംസാരിക്കാം.
മനോഹരമായ ഒരു വായനാനുഭവം പങ്കുവച്ചതിന് അജീഷ് കുമാർ സാറിനോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇനി അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും സമയമാണ്. എല്ലാവർക്കും സംശയങ്ങളോ അഭിപ്രായങ്ങളോ പങ്കുവയ്ക്കാം. ഹലോ മാഷെ, ഹരീഷ് മാഷെ, നമസ്കാരം. ആ, പറയൂ ടീച്ചറെ. വളരെ മനോഹരമായിട്ടുള്ള ഒരു ായിരുന്നു. ശരിക്കും ആ പുസ്തകം വായിച്ച ഒരു ഫീലിലാണ് ഇപ്പൊ നിൽക്കുന്നത്. വിനോയ് തോമസിന്റെ ആ ഒരു അവതരണത്തിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഹാസ്യാത്മകമായിട്ടുള്ള ശൈലി തന്നെയാണ്. രാക്ഷേപഹാസ്യത്തിന്റെ ഏറ്റവും മുനകൂർപ്പിച്ച ശൈലിയിലാണ് അദ്ദേഹത്തിന്റെ കൃതികളിൽ വായിച്ചാൽ നമുക്ക് ആസ്വാദ്യകരമായിട്ട് അനുഭവപ്പെടുന്നതിന്റെ ഒരു കാരണം അതാണ്. അത് സാഹിത്യ രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും ഈ ഇത്തരത്തിലുള്ള പൊങ്ങച്ച പ്രവണതകളെയൊക്കെ അദ്ദേഹം മനോഹരമായിട്ട് തൻ്റെ സാഹിത്യത്തിൽ വിമർശിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഈ ഒരു കഥയെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാഷ് വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു. വളരെ സന്തോഷം. എല്ലാ ആശംസകളും. ഓക്കെ, വന്നതിൽ സന്തോഷം സിജി ടീച്ചറെ. വിനോയ് വരും തോന്നുന്നില്ല, പറഞ്ഞ പോലെ ഒരു സിനിമയുടെ വർക്കിലാണ് ഇപ്പോഴെന്ന് പറഞ്ഞു. എന്നാലും ഒരു 5 മിനിറ്റ് സമയം ഉണ്ടാക്കി എത്താമെന്ന് പറഞ്ഞിരുന്നാണ്, പ്രതീക്ഷ ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് പങ്കെടുത്ത് സംസാരിക്കുക, സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. എത്ര പേര് വായിച്ചിട്ടുണ്ട് ഈ പുസ്തകം എന്നുള്ളതൊരു കൗതുകമാണ്. എല്ലാവരും ഒന്ന് സംസാരിക്കണം. വളരെ ശ്മശാന മൂകതയാണല്ലോ, പക്ഷെ ആരൊന്നും മിണ്ടുന്നില്ല. പക്ഷേ ഞാനിടയിലൊന്ന് പറഞ്ഞോട്ടെ. ഞാനിത് കുറച്ചു കാലം മുമ്പാണ് ഈ ഒരു ഇത് വായിച്ചത്, പ്രോത്താദീസിന്റെ ഇതിഹാസം. അതിനോടൊപ്പം വേറൊരു ചെറിയ ഇത് കൂടി ചേർന്നിട്ടുള്ളൊരു ഇതായിരുന്നു, രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു പുസ്തകമാണ് വായിച്ചത്. ഈ പറഞ്ഞ മാതിരി രണ്ടും വ്യത്യസ്തമായിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ മാഷ് വളരെ എന്താ പറയുക, വിശദമായിട്ട് അല്ലേ ഓരോരോ കാര്യങ്ങളും വിശദീകരിച്ച് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അപ്പോൾ ഞാനത് ഈ പറഞ്ഞ പോലെ ഒരു കഥ വായിക്കുന്ന ഒരു പ്രതീതി തന്നെ ഉണ്ടായിരുന്നു മാഷ് അവതരണത്തിൽ. ഒരുപാട് സന്തോഷം മാഷേ. അപ്പോൾ നനിയും അതേപോലെ വളരെ ഇഷ്ടപ്പെട്ടു വായിച്ചപ്പോൾ. കുറച്ച് കാലം മുമ്പ് വായിച്ചാണ്, വീണ്ടും ഇന്നൊന്ന് പൊടിയേറ്റി എടുത്തു. പിന്നെ മാഷിൻ്റെ ഈ ഒരു അവതരണം കൂടി കേട്ടപ്പോൾ ഒന്നും കൂടി വായിക്കാനൊരു തോന്നലായി. അപ്പോൾ സന്തോഷം മാഷേ. ജിഷ ടീച്ചർ ഇതിലുണ്ടെന്ന് തോന്നുന്നു. ടീച്ചറെ 2 വാക്ക് പറയാമോ?
പൊതുവെ ഈ പുസ്തകം വായിച്ചവർ കുറവാന്ന് തോന്നുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ വളരെ സമകാലികമായിട്ട്, അതാത് ആഴ്ചകളിൽ തന്നെ പുസ്തകം വായിച്ച് നമ്മളോട് അജീഷ് മാഷ് ഇങ്ങനെ സംസാരിക്കുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ വളരെ സന്തോഷം പകരെയാണ്. മാഷ് ഇപ്പം എത്രാമത്തിലൊക്കെയാണ് വ്യാഴാഴ്ച വായനാഴ്ചയിൽ പങ്കെടുക്കുന്നതെന്ന് കണക്കില്ല. അത് വലിയ ആദ്യമേ ഒരു സന്തോഷം അറിയിക്കുകയാണ്. ഇത്തരം പുതിയ വായനകൾക്ക് നമ്മൾ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ റാം കെയർ ഓഫ് ആനന്ദിയുടെ ചർച്ചകൾ ഒടുങ്ങുന്നില്ല, രണ്ടു പക്ഷമായി തിരിയുന്നുണ്ട്, എഴുത്തുകാരും വായനക്കാരും. അപ്പോൾ ജനകീയതയാണോ മൂല്യം നിശ്ചയിക്കുന്നത് ജനകീയതയാണോ എന്നുള്ളൊരു ചർച്ചയിൽ ഈ പറഞ്ഞ മാതിരി വളരെ പ്രസക്തിയുള്ള രചനകളാണ് നമ്മുടെ വിനോയ് തോമസിൻ്റെ. മാഷിൻ്റെ സംസാരം തന്നെ ശരിക്കും നമ്മുടെ ഈ അധ്യാപക സമൂഹത്തിന് ശരിക്കും, പ്രത്യേകിച്ച് മലയാള അധ്യാപകർക്കൊരു അഭിമാനമായിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ വിനോയ് തോമസ്. അത് വളരെ സന്തോഷമുണ്ടാക്കുന്ന, അധ്യാപകരുടെ കഥകൾ എന്നുള്ള രീതിയിൽ അല്ല, അധ്യാപകൻ എഴുതുന്ന കഥകൾ എന്നുള്ള രീതിയിൽ, നോവലുകൾ എന്നുള്ള രീതിയിലും അതങ്ങനെ വേറിട്ട വഴി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ചുരുളി സിനിമയ്ക്ക് അദ്ദേഹത്തിൻ്റെ കഥയാണല്ലോ അവലംബമാക്കിയത്. അപ്പോൾ അത് വലിയൊരു ഒരു ഒരു തുറസ്സായിരുന്നു. അത് പല രീതികളിൽ ചർച്ചയുണ്ടായി, പല മാനങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു, പല രീതികളിൽ അതിനെ ആളുകൾ ഉൾക്കൊണ്ടു. എന്തായാലും ഇങ്ങനെ മാറി ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന അവരുടെ മൂല്യം തിരിച്ചറിയണം എന്നുള്ളതാണ്. കഴിഞ്ഞ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ അങ്ങോട്ട് അദ്ദേഹം പറയുന്നുണ്ട്, വിനോയ് തോമസ്, എനിക്ക് സാഹിത്യം കൊണ്ട് ഒരിക്കലും സങ്കടം ഉണ്ടായിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിച്ചിട്ട് മനുഷ്യർ രണ്ട് ചേരികളായി തീർന്ന് തല്ലുകൂടുകയോ പരസ്പരം ഇല്ലാതാക്കുകയോ ചെയ്തിട്ടില്ല. ചുരുളി സിനിമയെക്കുറിച്ച് മോശം പറയെങ്കിലും ചുരുളി സിനിമ കണ്ടിട്ട് ആരും രണ്ട് ചേരികളായിട്ട് പ്രശ്നങ്ങളിലേക്ക് പോയിട്ടില്ല എന്നുള്ള ധൈര്യം പകരുന്നുണ്ട്. അപ്പം അതൊക്കെ ഒരു സന്തോഷം പകരുന്ന കാര്യമാണ്. അപ്പം അത്തരം ഒരു അവസ്ഥയിൽ ബിനോയിയുടെ എല്ലാ കൃതികളും, ഓരോ കൃതിയും അതിൽ വ്യത്യസ്തത പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കരിക്കോട്ടുകരിയിൽ തന്നെ നമ്മൾ വായനയുടെ ഒരു പുതിയ വഴി തന്നെ കണ്ടെത്തിയിരുന്നു. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറം ഓരോ പേജും ഇങ്ങനെ രസകരമായി പോകുന്നുണ്ട്. അജീഷ് മാഷ് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വായനയിലേക്ക് എത്തിയത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു സൗഹൃദവും, ബിനോയിയുടെ സൗഹൃദം വളരെ വിലപ്പെട്ടതാണ്. ബിനോയ് ഒരു നല്ല മനുഷ്യനാണെന്നുള്ളതിൻ്റെ തെളിവും, പിന്നെ വളരെ ഈ കോമഡി പറയുന്ന ഒരു പ്രകൃതമുണ്ട്, അതും വളരെ രസകരമാണ്. ഇങ്ങനെ പുസ്തകങ്ങൾക്കൊപ്പം കുറേ മനുഷ്യരെയും കൂടി നമുക്ക് വ്യാഴാഴ്ച വായനാഴ്ചയിൽ പരിചയപ്പെടാൻ സാധിക്കുന്നുണ്ട്. ഇതുവരെയും വിനോയനെ വായിക്കാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ലക്കം അതിനൊരു വഴിയായിട്ട് മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. മറ്റാരും ആശയങ്ങൾ പങ്കുവയ്ക്കുന്നില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാമല്ലോ സാർ. പക്ഷേ ഇതാണ് കേട്ടോ ആ വാചകം. ഇതിനകത്ത് പുറം 50 അതായത് ഈ സുനിൽ പി ഇളയിടം സാർ പറഞ്ഞ ഒരു പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ കാണുന്ന നിങ്ങൾ വെറും നിങ്ങളല്ല, എന്നെ കാണുന്ന നിങ്ങളെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നതുപോലെ എന്നെ കാണുന്ന നിങ്ങളുമുണ്ട് എന്ന് പറഞ്ഞ ആ വാചകം ഉണ്ടല്ലോ, അതിവിടെ ഒരു ഇന്റർ ടെസ്റ്റ് ആയിട്ട് വിനോയ് തോമസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ വിനോയ് ആയതുകൊണ്ട് പിന്നെ അത് ആളുകൾ അത്ര സുനിൽ സാർ പക്ഷപാതികളൊന്നും അതിനകത്ത് അങ്ങനെ ഇടപെട്ടൊന്നുമില്ല. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഇതിങ്ങനെ എഴുതി വെച്ചിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിത് ആദ്യം മനസ്സിലാവുമൊന്നുമില്ല. അതാണ് വിനോയ് തോമസ് അത് എടുത്തു വെച്ചൊരു ആക്ഷേപഹാസ്യം എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു കാര്യം. മറ്റൊന്ന് ഇതിൻ്റെ പേരാണ്, ഈ പ്രോത്താസിസിന്റെ ഇതിഹാസം എന്ന പേര്. അത് ഈ ഖസാക്കിന്റെ ഇതിഹാസം എന്ന രീതിയിൽ അതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിലാണ്. ശരിക്കും പറഞ്ഞാൽ
ഖസാക്കിന്റെ ഇതിഹാസത്തെക്കുറിച്ച് ഉണ്ടായ ഏറ്റവും നല്ലൊരു നിരൂപണമാണ് ഈ കഥയുടെ രൂപത്തിൽ അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ എന്നത്. മുന്നോട്ട് വെക്കുന്ന ആശയം ബഷീറിന്റെ സാഹിത്യമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആ ഒരു മൂല്യമാണ് നമ്മൾ സ്വീകരിക്കേണ്ട എന്ന ആശയമാണ് മുന്നോട്ട് വെക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു കഥയല്ല, യഥാർത്ഥത്തിൽ ഒരു നിരൂപണമാണ്, ഒരു മെറ്റാ ക്രിറ്റിസിസം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് ഇത് വരുന്നത്. അതുപോലെ ഈ പല ഇന്റർ ടെക്സ്റ്റുകളും ഇതിനകത്ത് ഉപയോഗിക്കുന്നുമുണ്ട്. ഇപ്പൊ ഈ ഒരു ഉത്തരാധുനികതയുടെ ഒരു സ്വഭാവം തന്നെയാണ് പല സാഹിത്യത്തിന്റെ പല അടരുകൾ എടുത്ത് നമ്മൾ കവിതയിലും നോവലിലും എല്ലാം ചേർത്ത് വെക്കുന്ന ആ കഥാപാത്രങ്ങളെല്ലാം. ഇപ്പൊ അത് മനസ്സിലാക്കണം. ഇപ്പൊ ഈ ഹിസ്റ്റോറിയോഗ്രാഫിക്കൽ മെറ്റാഫിക്ഷനിൽ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ആഗസ്റ്റ് 17 മുതല്, അതുപോലെ ഇങ്ങനെയൊക്കെയുള്ള അത് സാഹിത്യത്തെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത്. ഇപ്പം ആഗസ്റ്റ് 17 ബഷീർ വരുന്നുണ്ട്, അതുപോലെ മിക്കവാറും ഉള്ള രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം വരുന്നുണ്ട് എന്നുള്ളത്. അവർ ആ രൂപത്തിലല്ല വരുന്നത് എന്നതാണ് ശ്രദ്ധേയമായൊരു കാര്യം. അപ്പൊ ഈ എഴുത്തുകാർ, ഈ ഹരീഷ്, ബിനോയ്, ഈ തുടങ്ങുന്ന ഈ പുതിയ എഴുത്തുകാർ നമ്മുടെ സാഹിത്യത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും നല്ല ഇംഗ്ലീഷ് അല്ലെങ്കിൽ വേൾഡ് ലിറ്ററേച്ചറിൽ നല്ല പരിചയമുള്ള ആളുകളാണ്. ഇവര് നല്ല പോലെ പണിയെടുക്കുന്നുണ്ട് എന്നുള്ളത്. ഇപ്പൊ ബിനോയ് ഇന്ന് വരാത്തതില് എനിക്ക് അത്ഭുതമൊന്നുമില്ല. കാരണം ബിനോയ് വളരെ ആത്മാർത്ഥമായിട്ടൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുക. അത് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ വിലയുള്ള മണിക്കൂർ തന്നെയാണ് ചിലപ്പോൾ. പക്ഷെ ഇന്നത്തെ ദിവസം ചിലപ്പോൾ ഈ സമയമല്ല, മറ്റൊരു സമയം വിനോയ് വളരെ ഫ്രീ ആയിരിക്കുകയും ചെയ്യും. ഇപ്പൊ എന്നെ വിനോയ് ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ സമയത്ത് എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരു മലയാള അധ്യാപകൻ എന്ന രീതിയിൽ നമ്മൾ 2013 ടെക്സ്റ്റ് ബുക്കിലാണ് ഞാൻ വിനോയിനെ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് അതിനകത്ത് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരാളിപ്പം പണയം എന്ന കഥ, അത് വിനോയെ സെലക്ട് ചെയ്ത് തന്നത്. ആ രീതിയിൽ പുസ്തകത്തിന് വലിയ ഉപകാരമായിരുന്നു. അതിനുശേഷമുള്ള വിനോയുടെ ഒരു വളർച്ചയുണ്ട്, ഒരു സാഹിത്യകാരൻ എന്നുള്ളത്. അത് നമ്മളിങ്ങനെ നമ്മുടെ കൺമുന്നിലാണ്. അത് വളരെ നമുക്ക് ഭയങ്കര അഭിമാനം തോന്നുന്ന ഒരു വളർച്ച തന്നെ ആണ്. ആ രീതിയിൽ ഇപ്പം ലീവ് എടുത്തിട്ടൊക്കെ വിനോയ് മാറി നിന്നൊരു സിനിമ, ഇപ്പൊ വിനോയുടെ സിനിമ ഈ മറ്റേ ആ പശുവിന്റെ സിനിമയുണ്ടല്ലോ, അതിന്റെ പേര് ഞാൻ പെട്ടെന്ന് വിട്ടു. അതൊക്കെ നല്ല സിനിമയുടെ ലക്ഷണങ്ങൾ തികഞ്ഞ ഒന്നാണ്. പാൾത്തു ജാൻവർ എന്ന് പറയുന്ന ഒരു സിനിമ, അത് ഈ പുതിയ സിനിമയുടെ എല്ലാ ലക്ഷണങ്ങളും ഉള്ള സിനിമയാണ് എന്ന് പറഞ്ഞത്. ഒരു പശു പ്രസവിക്കുന്നതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിലൂടെ വിനോയ് പറയുന്ന ഒന്നുണ്ട് അത്. അപ്പൊ ഈ ഓരോ ഒന്നും വെറുതെ എഴുതുന്നില്ല കേട്ടോ, എഴുതാൻ വേണ്ടിയിട്ട് എഴുതുന്നില്ല. ഓരോ കഥ വരുന്ന വഴി എന്നത്, ഇപ്പൊ ഇതിനകത്ത് നന എന്നുള്ള കഥ തന്നെ ഈ മറ്റേ മാഷ് പറഞ്ഞ സിനിമയുടെ തുടർച്ചയായിട്ടുള്ള ഒന്നുകൂടിയാണ്. അതിനകത്തെ കുറ്റവാളി കാട്ടിലേക്കാണ് ഒളിച്ചു പോകുന്നതെങ്കിൽ നനയിലെ കുറ്റവാളി എന്ന് പറഞ്ഞത് നഗരത്തിൽ ജീവിക്കുന്ന ആളാണ്. അതാണ് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. ഈ വിനോയ് തോമസിന്റെ ഈ പുസ്തകത്തിന്റെ, ചെറിയ പുസ്തകത്തിന്റെ ആമുഖത്തില് അദ്ദേഹത്തിന്റെ എഴുത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പറച്ചിലുകളും ഉണ്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് നന്നായി വായിക്കാൻ പറ്റുന്ന ഒരു കഥ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഈ കഥയൊന്നും അങ്ങനെ, ഇപ്പൊ എത്രയോ കഥകളാണ് ഒരു ദിവസവും ഇറങ്ങുന്നത്, എത്രയോ പുസ്തകങ്ങളാണ്. ഇന്നിപ്പോ ഞാനൊരു ഇന്റർനാഷണൽ സെമിനാറിൽ ഇരിക്കുക. അവിടെയുള്ള അവർ ചർച്ച ചെയ്യുന്ന പല പുസ്തകങ്ങളും നമ്മൾ വായിച്ചിട്ടില്ല. പക്ഷെ ഈ സെമിനാർ കഴിയുമ്പോൾ നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഈ പുസ്തകങ്ങളെല്ലാം. ഏതെങ്കിലും രീതിയിൽ നമ്മൾ അതിലോട്ട് പോകും. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത പുസ്തകമാണ് അവിടെ എടുത്തു പറയപ്പെട്ട വേറൊരു പുസ്തകം. അപ്പൊ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ എന്തായാലും ഈ വ്യാഴാഴ്ച വായനാഴ്ച എന്നുള്ള ഈ ഒരു കൂട്ടായ്മ വലിയ പ്രസക്തിയുണ്ട്. കാരണം നമ്മൾ ഇപ്പൊ ഒരു മാസത്തിലൊന്നല്ല നമ്മൾ കൂടുന്നത്, ആഴ്ചയിലൊന്ന് നമ്മൾ കൂടുക. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ കൃഷ്ണകുമാർ സാറും കിര ടീച്ചറൊക്കെ എടുക്കുന്ന ഒരു എഫർട്ട് ചെറുതല്ല, ഈ കുട്ടികൾ എടുക്കുന്ന ഒരു എഫർട്ട് ചെറുതല്ല. എനിക്ക് തോന്നുന്നില്ല ലോകത്തെ ഒരു വിദ്യാർത്ഥി കൂട്ടായ്മയും ഇത്തരത്തില് ഒരു കാര്യം ചെയ്യുന്നുണ്ടാവില്ല എന്ന് യാതൊരു സംശയമില്ല ആ കാര്യത്തില്. ഇത് ശരിക്കും പറഞ്ഞാൽ ഗിന്നസിൽ വരുന്നു, അല്ലെങ്കിൽ അതിലും പ്രാധാന്യമുള്ള ഒരു സംഭവമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും
മാഷ് പറയാതെ തന്നെ ഒരു പുസ്തകം വായിച്ച് ഇന്ന് ഞാൻ ഇത് കഴിഞ്ഞാല് ഞാൻ അടുത്ത പുസ്തകം റെഡിയാക്കി വെക്കും മാഷ്. കാരണം എന്ന് വെച്ചാൽ അത്രയും പ്രാധാന്യമുണ്ട് എന്നുള്ളത്. നമ്മളെല്ലാം സാഹിത്യം പഠിക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ നമ്മൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ വളരെ പ്രധാനമാണ്. ഇന്ന് ഞാൻ അവസാനിപ്പിക്കാം. ഇന്ന് ഞങ്ങളുടെ സെമിനാർ ഉദ്ഘാടനം ചെയ്ത ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു കാച്ചപ്പള്ളി എന്ന് പറയുന്ന അച്ഛൻ. അദ്ദേഹം നന്നായി വായിക്കുന്ന അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വായിച്ചാൽ മാത്രം പോരാ, പറയണം. നമ്മൾ റിസർച്ചിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ വായിച്ചാൽ മാത്രം പോരാ, എഴുതുകയും അത് പറയുകയും വേണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഈ കൺസ്ട്രക്റ്റിവിസത്തിന്റെ ഒരു ഇത് നമ്മളറിയാതെ തന്നെ കൃഷ്ണകുമാർ സാർ നമ്മളെ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിലൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 2003 അവിടെ വിദ്യാർത്ഥിയായിട്ടിരിക്കുന്ന അതേ ഞാൻ തന്നെയാണ് ഇപ്പോഴും സാറിന്റെ ഒരു ക്ലാസ്സിലിരുന്ന് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അത് ചെറിയ കാര്യമല്ല. അപ്പൊ നമ്മൾ തന്നെയാണ് ശരി, യാതൊരു തർക്കമില്ല ആ കാര്യത്തില്. നമുക്ക് എങ്ങനെ ഇത് മാക്സിമം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടെന്ന് വളരെ ആവേശത്തോടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. മാഷിന്റെ നല്ല വാക്കുകൾക്ക് നന്ദി പറയാണ്. പിന്നെ വിനോയ് വരാത്തതിൽ ചെറിയൊരു സങ്കടമുണ്ട്. പക്ഷെ ആലോചിച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വിനോയുടെ ഒരു ആത്മീയ സാന്നിധ്യം ഈ ഒരു സെഷനിലുണ്ടായി. എന്തായാലും സന്തോഷം. തുടർന്ന് അടുത്ത പുസ്തകത്തിന് മാഷ് റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് അടുത്ത വ്യാഴാഴ്ച വായനാഴ്ചയിൽ എല്ലാവർക്കും കണ്ടുമുട്ടാം, കേൾക്കാം. നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നും. മനോഹരമായ വായനാനുഭവം പങ്കുവച്ച അജീഷ് കുമാർ സാറിനും ചർച്ചയിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നന്ദി പറയുന്നതിനായി 2ാം വർഷ B.Ed ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി ആൻലയ റോസിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നേ ദിവസത്തെ വ്യാഴാഴ്ച വായനാഴ്ച അവസാനിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ പരിപാടിയെ വിജയകരമാക്കാൻ സഹായിച്ച ഏവർക്കും നന്ദി പറയുക എന്നതാണ് എന്റെ കർത്തവ്യം. ആദ്യമായി ഈ പരിപാടിക്ക് പൂർണ്ണ പിന്തുണയും പ്രചോദനവുമായി ഒപ്പമുള്ള പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത മിസ്സിന് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ടീച്ചർ കോർഡിനേറ്റർമാരായ ഡോക്ടർ കൃഷ്ണകുമാർ മാഷിനും ഡോക്ടർ ഹീര മിസ്സിനും നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന സ്റ്റുഡന്റ് കോർഡിനേറ്റർ ലേന ടിക്കും മറ്റു ലിറ്റററി ക്ലബ് അംഗങ്ങൾക്കും നന്ദി. ഇന്നേ ദിനം വളരെ മനോഹരവും ആഴമേറിയതുമായ ഒരു വായനാ അനുഭവം സമ്മാനിച്ച ശ്രീ അജീഷ് കുമാർ മാഷിനും പ്രത്യേകം നന്ദി പറയുന്നു. ഒരു ലിറ്ററേച്ചർ ക്ലാസ് മുറിയെ അനുസ്മരിപ്പിക്കും വിധം വളരെ വിശദമായാണ് സാർ തന്റെ വായനാനുഭവം പങ്കുവച്ചത്. അവസാനമായി ഈ പരിപാടിയിൽ സജീവമായി പങ്കെടുത്ത എല്ലാ പുസ്തക സ്നേഹികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാവർക്കും നല്ലൊരു വായനാനുഭവം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.